ഡിയർ ഫ്രണ്ട്സ്, AI ഇൻ മലയാളത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഗൂഗിളിൻ്റെ നോട്ട് എല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു പുതിയ വീഡിയോ ആണ് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ പറയുക. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ടോപ്പിക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റേതായ വീഡിയോസ് നിങ്ങൾക്ക് തരാൻ പറ്റും. എന്നാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ കമൻറ്റുകളും ലൈക്കുകളൊക്കെ ഇടുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു. നമസ്കാരം. ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം. നമുക്കൊരു കഥയിൽ നിന്ന് തുടങ്ങിയാലോ? ന്യൂയോർക്കിലെ ഒരു വക്കീലിനു പറ്റിയ ഒരബദ്ധത്തിന്റെ കഥയാണ്. അദ്ദേഹം ഒരു കേസ് വാദിക്കാൻ വേണ്ടി ChatGPTയോട് നിയമപരമായ ചില വിവരങ്ങൾ ചോദിച്ചു. AI വളരെ ആത്മവിശ്വാസത്തോടെ വിശദമായി തന്നെ കുറെ കേസുകളുടെ വിവരങ്ങൾ കൊടുത്തു. പക്ഷേ അതിലൊരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ഈ കേസുകളൊന്നും യഥാർത്ഥത്തിലുണ്ടായിരുന്നില്ല. എല്ലാം AI അതിന്റെ ഭാവനയിൽ നിന്ന് കെട്ടിച്ചമച്ചതായിരുന്നു. ഓഹോ, വലിയ പിഴയാണ് കിട്ടിയത്. AIയുടെ ലോകത്ത് ഹാലുസിനേഷൻ എന്ന് വിളിക്കുന്ന ഈ ഒരു വിചിത്രമായ പ്രതിഭാസമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഈ ഹാലുസിനേഷൻ? AI എന്തിനാണ് ഇങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടുകൾ, ആമസോൺ വെബ് സർവീസസിന്റെ ബ്ലോഗുകൾ, പിന്നെ ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ കുറെ പഠനങ്ങൾ, അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ഈ വിഷയത്തിന്റെ അടിത്തട്ടിലേക്കൊന്ന് പോകാം. AI എന്തുകൊണ്ട് ഇത്തരം തെറ്റുകൾ വരുത്തുന്നു? ഇത് കണ്ടുപിടിക്കാനും പരിഹരിക്കാനും എന്തെങ്കിലും വഴിയുണ്ടോ? ഇതാണ് നമ്മുടെ ഇന്നത്തെ ലക്ഷ്യം. അപ്പം നമുക്ക് അടിസ്ഥാനപരമായ കാര്യത്തിൽ നിന്ന് തുടങ്ങാം. AIയുടെ കാര്യത്തിൽ ഈ ഹാലുസിനേഷൻ അല്ലെങ്കിൽ മിഥ്യാബോധം എന്നു പറഞ്ഞാൽ എന്താണ് കൃത്യമായി അർത്ഥമാക്കുന്നത്? ഇത് നമ്മൾ മനുഷ്യർക്ക് പറയുന്നത് പോലെയുള്ള ഒന്നാണോ? അതൊരു നല്ല തുടക്കമാണ്. കാരണം ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്നത് മനുഷ്യർക്കുണ്ടാകുന്ന ഒരു മാനസിക വിഭ്രാന്തിയെക്കുറിച്ചാണ്. എന്നാൽ AIയുടെ കാര്യത്തിൽ ഇതേയല്ല. ഇതൊരു പ്രെഡിക്ഷൻ എററാണ്, അതായത് പ്രവചനത്തിലെ ഒരു പിഴവ്. ഇതിനെ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം AIയെ ഒരു കഥ പറച്ചിൽക്കാരനായി സങ്കല്പിക്കുന്നതാണ്. കഥയിൽ ഒരു മുരടിപ്പ് വന്നാൽ അയാൾക്കിതിഷ്ടമല്ല. ശരിയാണ്. അതുകൊണ്ട് കേൾക്കാൻ ഭംഗിയുള്ള എന്തെങ്കിലും പറഞ്ഞ് അയാൾ കഥ മുന്നോട്ട് കൊണ്ടുപോകും. അത് സത്യമാണോ എന്നതിനേക്കാൾ ആ കഥയുടെ ഒഴുക്കിനാണ് അവിടെ പ്രാധാന്യം. അതാണ് ഇവിടെയും സംഭവിക്കുന്നത്. AI ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ അതിൻ്റെ കയ്യിൽ വിവരങ്ങളില്ലെങ്കിൽ അത് ഏറ്റവും വിശ്വസനീയമെന്ന് തോന്നുന്ന, എന്നാൽ തെറ്റായതോ പൂർണ്ണമായി കെട്ടിച്ചമച്ചതോ ആയ ഒരു മറുപടി ഉണ്ടാക്കിയിരിക്കുന്നു. ഒരു സംശയം. ആ വക്കീലിന്റെ കാര്യത്തിൽ എന്ന പോലെ AI കെട്ടിച്ചമച്ച ഒരു കേസിനെക്കുറിച്ച് പറയുന്നത് ഹാലൂസിനേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. എന്നാൽ ഇന്ത്യയുടെ തലസ്ഥാനം മുംബൈ ആണെന്ന് AI പറഞ്ഞാലോ? അതും ഹാലൂസിനേഷനാണോ? അതോ അതിന് വേറെന്തെങ്കിലും പേരുണ്ടോ? വളരെ പ്രസക്തമായ ചോദ്യമാണിത്. നിങ്ങൾ പങ്കുവച്ച ഹാലുലൻസ് എന്ന പഠനം കൃത്യമായി ഈ വ്യത്യാസം പറയുന്നുണ്ട്. ഇവ രണ്ടും രണ്ടു തരം പ്രശ്നങ്ങളാണ്. ഒന്നാമത്തത് നിങ്ങൾ പറഞ്ഞതുപോലെ കെട്ടിച്ചമച്ച കേസുകൾ. ഇതിനെയാണ് നമ്മൾ ശരിക്കുള്ള ഹാലൂസിനേഷൻ എന്ന് പറയുന്നത്. അതായത് AIക്ക് നമ്മൾ നൽകിയ വിവരങ്ങളോ, ഉദാഹരണത്തിന് ഒരു ലേഖനം, അല്ലെങ്കിൽ അതിനെ പരിശീലിപ്പിച്ച ഡേറ്റയോവായി പൊരുത്തപ്പെടാത്ത ഒരു മറുപടി നൽകുന്നത്. അതെ, അത് നൽകിയ ഉറവിടത്തോടുള്ള ഒരു തരം സത്യസന്ധതയില്ലായ്മയാണ്. രണ്ടാമത്തെ പ്രശ്നം ഇന്ത്യയുടെ തലസ്ഥാനം തെറ്റായി പറയുന്നത്. അതിനെ ഫാക്ച്വാലിറ്റിയിലെ ഒരു പിഴവെന്ന് പറയാം. അതായത് യഥാർത്ഥ ലോകത്തെ വസ്തുതകളുമായി ബന്ധമില്ലാത്ത ഉത്തരം നൽകുന്നത്. ഓഹോ, അപ്പൊ ഒന്ന് AIയുടെ ആന്തരികമായ പ്രശ്നവും മറ്റൊന്ന് ബാഹ്യമായ ലോകത്തെക്കുറിച്ചുള്ള അറിവിലെ പിഴവുമാണ്. അതെ, അതാണ് വ്യത്യാസം. സ്റ്റാൻഫോർഡിന്റെ പഠനം ഇതിനെ ഇനിയും തരംതിരിക്കുന്നുണ്ടല്ലോ, അല്ലേ? അതെ, സ്റ്റാൻഫോർഡിന്റെ നിയമപരമായ AIകളെക്കുറിച്ചുള്ള പഠനം ഹാലൂസിനേഷനെ അപകടത്തിന്റെ തോതനുസരിച്ച് രണ്ടായി തിരിക്കുന്നുണ്ട്. ഒന്ന് തെറ്റായത്, ഇൻകറക്റ്റ്. ഇവിടെ നൽകുന്ന വിവരം പൂർണ്ണമായും തെറ്റാണ്. രണ്ടാമത്തേത് തെറ്റായ ഉറവിടം, മിസ്ഗ്രൗണ്ടഡ്. ഇവിടെയാണ് കൂടുതൽ അപകടം ഒളിഞ്ഞിരിക്കുന്നത്. അതെന്താ അങ്ങനെ? കാരണം നൽകുന്ന വിവരം ചിലപ്പോൾ ശരിയായിരിക്കാം, പക്ഷേ അത് തെളിയിക്കാൻ വേണ്ടി നൽകുന്ന ഉറവിടം, അതായത് സൈറ്റേഷൻ, തികച്ചും തെറ്റായ ഒന്നായിരിക്കും. അത് ശരിയാണ്. ഒറ്റനോട്ടത്തിൽ ഉത്തരം ശരിയാണെന്നും അതിന് തെരിവുണ്ടെന്നും നമുക്ക് തോന്നും. ആ വക്കീലിന്റെ കേസിൽ സംഭവിച്ചത് ഒരു പക്ഷേ ഇതായിരിക്കാം. അതെ, AI നൽകിയ കേസുകളുടെ പേരുകൾക്കൊപ്പം ഒരു സൈറ്റേഷൻ നമ്പർ കൂടെ കണ്ടാൽ
ആരെയാലും വിശ്വസിച്ചു പോകും. അതെ, അതാണ് അതിനെ കൂടുതൽ വഞ്ചനാപരമാക്കുന്നത്. അപ്പോൾ ആ വക്കീലിന്റെ കാര്യത്തിൽ ChatGPT മനഃപൂർവ്വം നുണ പറഞ്ഞതല്ല, അല്ലേ? എന്തുകൊണ്ടാണ് AI-കൾക്ക് ഇങ്ങനെ സംഭവിക്കുന്നത്? അല്ല, AI നമ്മളോട് മനഃപൂർവ്വം കള്ളം പറയുകയല്ല. ഇതിന് പല കാരണങ്ങളുണ്ട്. അവയെല്ലാം AI-യുടെ അടിസ്ഥാനപരമായ രൂപകൽപ്പനയുമായി ബന്ധപ്പെട്ടതാണ്. ഒന്നാമതായി, നമ്മൾ നേരത്തെ പറഞ്ഞ ആ കഥ പറച്ചിലുകാരന്റെ സ്വഭാവം. LLM-കൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് സത്യം പറയാനല്ല, മറിച്ച് ഏറ്റവും സാധ്യതയുള്ള അടുത്ത വാക്ക് ഏതാണെന്ന് പ്രവചിച്ച് സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ്. എനിക്കറിയില്ല എന്ന് പറയാനുള്ള കഴിവവയ്ക്ക് സ്വാഭാവികമായി ഇല്ല. ഇല്ല, ഉത്തരം നൽകുക എന്നത് അവയുടെ അടിസ്ഥാന സ്വഭാവമാണ്. രണ്ടാമതായി, അവയെ പരിശീലിപ്പിക്കുന്ന രീതിയാണ് ഒരു കാരണം. AI-കളെ കൂടുതലും പരിശീലിപ്പിക്കുന്നത് ശരിയായ ഉത്തരങ്ങൾ നൽകാനാണ്. അതുകൊണ്ട് ഉത്തരം അറിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ അവ ഏറ്റവും മികച്ച ഒരു ഊഹം നടത്താൻ ശ്രമിക്കും. ഊഹം പലപ്പോഴും തെറ്റുകളിലേക്ക് നയിക്കുന്നു. അതെ, ചില ഗവേഷകർ ഇതിനെ തമാശയായി ടെസ്റ്റ് പ്രഷർ എന്ന് പറയാറുണ്ട്. പരീക്ഷയ്ക്ക് ഉത്തരം അറിയില്ലെങ്കിലും മാർക്ക് പോകരുതെന്ന് കരുതി എന്തെങ്കിലും എഴുതി വയ്ക്കുന്ന ഒരു വിദ്യാർത്ഥിയെ പോലെ. അത് നല്ലൊരു താരതമ്യമാണ്. AI-ക്ക് അതിന്റെ ചരിത്രത്തെക്കുറിച്ചോ ഭൂമിശാസ്ത്രത്തെക്കുറിച്ചോ എന്തിനെക്കുറിച്ചും പറയാം. എന്നാൽ സ്വിറ്റ്സർലൻഡിന്റെ തലസ്ഥാനം ഏതാണ്? ഉത്തരം ഒരു നഗരത്തിന്റെ പേരായി JSON ഫോർമാറ്റിൽ തരണം. ഉത്തരം ഉറപ്പില്ലെങ്കിൽ അൺനോൺ എന്ന് നൽകണം എന്ന് കൃത്യമായി ചോദിക്കുമ്പോൾ AI-ക്ക് തെറ്റുപറ്റാനുള്ള സാധ്യത നമ്മൾ തന്നെ കുറിച്ചു കൊടുക്കുകയാണ്. അതെ, ഇത് എത്രത്തോളം ഗുരുതരമാണ്? സ്റ്റാൻഫോർഡ് നിയമപരമായ കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ലെക്സിസ്+ AI, വെസ്റ്റ്ലോ AI പോലുള്ള ടൂളുകളിൽ നടത്തിയ പഠനത്തിൽ 17% മുതൽ 34% വരെ ഹാലൂസിനേഷൻ നിരക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വളരെ ഗൗരവമുള്ളൊരു വിഷയമാണെന്ന് വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും നിയമം, മെഡിസിൻ പോലുള്ള മേഖലകളിൽ ഒരു ചെറിയ തെറ്റിനു പോലും വലിയ വില കൊടുക്കേണ്ടി വരും. ഇതൊരു വലിയ പ്രശ്നമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ തെറ്റുകൾ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്? AI എഴുതുന്നതെല്ലാം നമ്മൾ തന്നെ വായിച്ചു നോക്കി കണ്ടുപിടിക്കാൻ സാധിക്കില്ലല്ലോ. ഇല്ല, അതിനിപ്പോൾ പല നൂതന മാർഗങ്ങളുണ്ട്. ഇതിലേറ്റവും രസകരമായ ഒരു രീതി AI-കളെ തന്നെ വിധികർത്താക്കളായി ഉപയോഗിക്കുക എന്നതാണ്. അതെങ്ങനെയാണ്? ഒരു കള്ളനെ കൊണ്ട് തന്നെ കുറ്റം സമ്മതിപ്പിക്കുന്നത് പോലെയാണോ? ഒരു തരത്തിലതെ. ഇതിലൊന്നാണ് LLM ആസ് എ ജഡ്ജ്. ഇവിടെ ഒരു AI നൽകിയ ഉത്തരം ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഒരുപക്ഷെ അതിനേക്കാൾ കഴിവുള്ള AI-യെ ഉപയോഗിക്കുന്നു. നൽകിയിട്ടുള്ള വിവരങ്ങളുമായി ഉത്തരം എത്രത്തോളം പൊരുത്തപ്പെടുന്നു എന്ന് ഈ രണ്ടാമത്തെ AI ഒരു സ്കോർ നൽകും. ഓഹോ. മറ്റൊന്ന് സ്വയം വിലയിരുത്തലാണ്. അതായത് ഒരു ഉത്തരം നൽകിയ ശേഷം ആ ഉത്തരം എത്രത്തോളം ശരിയാണെന്ന് AI സ്വയം വിലയിരുത്തുന്നു. ഒരു വിദ്യാർത്ഥി സ്വന്തം പരീക്ഷാ പേപ്പർ നോക്കുന്നത് പോലെയാണോ അത്? അതെത്രത്തോളം വിശ്വസിക്കാൻ പറ്റും? നല്ല ചോദ്യം. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്. ഒരു പുതിയ ഉത്തരം ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെ എളുപ്പമാണ് നിലവിലുള്ള ഒന്നിനെ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഈ രീതിക്ക് വിചാരിക്കുന്നതിലും നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ശരി. മറ്റൊന്ന് സ്ഥിരത പരിശോധിക്കലാണ്. ഒരേ ചോദ്യം പലതവണ AI-യോട് ചോദിക്കുക. ഉത്തരങ്ങൾ ഓരോ തവണയും വളരെ വ്യത്യസ്തമാണെങ്കിൽ അതിലെന്തോ പ്രശ്നമുണ്ടെന്ന് നമുക്ക് ഊഹിക്കാം. നമ്മളൊരു സുഹൃത്തിനോട് ഒരു കഥ പല പ്രാവശ്യം ചോദിക്കുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുന്നത് ശ്രദ്ധിക്കുന്നത് പോലെ. അതേ ആശയം തന്നെ. ഇതിന്റെ കുറച്ചുകൂടി ആധുനികമായൊരു രൂപമാണ് ബേർഡ് സ്റ്റൊക്കാസ്റ്റിക് ചെക്ക്. ഇവിടെ ഒരേ ചോദ്യത്തിന് ഒന്നിലധികം ഉത്തരങ്ങളുണ്ടാക്കി അവ തമ്മിൽ അർത്ഥത്തിൽ എത്രത്തോളം സ്ഥിരതയുണ്ടെന്ന് ഒരു പ്രത്യേക സ്കോർ ഉപയോഗിച്ച് പരിശോധിക്കുന്നു. സ്ഥിരത കുറവാണെങ്കിൽ ഹാലുസിനേഷൻ സാധ്യത കൂടുതലാണ്. ഉറവിടങ്ങളുമായി താരതമ്യം ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങളയച്ച മെറ്റീരിയലുകളിൽ പറയുന്നുണ്ടല്ലോ. അതെ, അതാണ് ഒരുപക്ഷെ ഏറ്റവും വിശ്വസനീയമായ രീതി. ഇതിന് റെഫറൻസ് ബേസ്ഡ് മെത്തേഡ്സ് എന്നു പറയും. AI നൽകുന്ന ഉത്തരം വിശ്വസനീയമായൊരു ഉറവിടവുമായി, ഉദാഹരണത്തിന് നിങ്ങൾ നൽകിയ ഒരു ലേഖനവുമായി താരതമ്യം ചെയ്യുന്നു. ഇതിനായി 2 കാര്യങ്ങൾ പരിശോധിക്കും. ഒന്ന്, ടോക്കൺ സിമിലാരിറ്റി, അതായത് വാക്കുകൾ തമ്മിലുള്ള സാമ്യം. 2, സിമാൻറ്റിക് സിമിലാരിറ്റി, അതായത് അർത്ഥപരമായ സാമ്യം. ഒരു ഉദാഹരണം പറയാമോ? തീർച്ചയായും. കാർ എന്നും വാഹനമെന്നും പറഞ്ഞാൽ വാക്കുകൾ വ്യത്യസ്തമാണ്. ടോക്കൺ സിമിലാരിറ്റി കുറവാണ്, എന്നാൽ അർത്ഥത്തിൽ സാമ്യമുണ്ട്. സിമാൻറ്റിക് സിമിലാരിറ്റി കൂടുതലാണ്. AI ഇവ രണ്ടും പരിശോധിക്കും. മനസ്സിലായി. ആ വക്കീലിന്റെ കേസിൽ AI നൽകിയ ഉത്തരങ്ങൾ യഥാർത്ഥ നിയമഗ്രന്ഥങ്ങളുമായി ഈ രീതിയിൽ താരതമ്യം ചെയ്തിരുന്നെങ്കിൽ അതിൽ പറയുന്ന കേസുകൾ നിലവിലില്ല എന്ന് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു. ഈ തെറ്റുകൾ കണ്ടെത്താൻ ഇത്രയധികം വഴികളുണ്ടെന്നറിയുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനെത്രത്തോളം ആഴത്തിൽ ഈ പ്രശ്നമുണ്ട് എന്നാണ്.
കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് ഇത് വരാതെ നോക്കുന്നതല്ലേ? അതിനെന്താണ് വഴികൾ? തീർച്ചയായും. അതാണ് ഇപ്പോൾ ഗവേഷകർ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിനായി പ്രധാനമായും 3 സമീപനങ്ങളാണുള്ളത്. ആദ്യത്തേത് AI-ക്ക് മികച്ച വിവരങ്ങൾ നൽകുക എന്നതാണ്. ഇതിനെയാണ് സാങ്കേതികമായി റിട്രീവൽ ഓഗ്മെന്റഡ് ജനറേഷൻ അഥവാ RAG എന്ന് പറയുന്നത്. RAG എന്ന വാക്കിപ്പോൾ എല്ലായിടത്തും കേൾക്കുന്നുണ്ട്. അതെന്താണെന്ന് ലളിതമായി വിശദീകരിക്കാമോ? RAG-യിൽ AI അതിന്റെ ഓർമ്മയെ മാത്രം ആശ്രയിക്കുന്നില്ല. പകരം ഒരു ചോദ്യം ലഭിക്കുമ്പോൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയതും പ്രസക്തവുമായ വിവരങ്ങൾ ഒരു ബാഹ്യ ഉറവിടത്തിൽ നിന്ന്, ഉദാഹരണത്തിന് ഒരു കമ്പനിയുടെ ഡാറ്റാബേസിൽ നിന്നോ മറ്റോ. അതെ, അല്ലെങ്കിൽ വിശ്വസനീയമായ വെബ്സൈറ്റുകളിൽ നിന്നോ തത്സമയം കണ്ടെത്തുന്നു. ഈ പുതിയതായി ലഭിച്ച വിവരങ്ങൾ ഉപയോഗിച്ചാണ് AI ഉത്തരം നൽകുന്നത്. ഇത് AI-യുടെ ഉത്തരങ്ങൾ കൂടുതൽ കൃത്യവും കാലികവുമാക്കാൻ സഹായിക്കുന്നു. അപ്പോ ആ വക്കീല് ഉപയോഗിച്ച GPT-ക്കൊപ്പം ഈ RAG സംവിധാനം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് യഥാർത്ഥ നിയമ ഡാറ്റാബേസുകളിൽ നിന്ന് ശരിയായ കേസുകളുടെ വിവരങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു, അല്ലേ? അതെ, സാധ്യതയുണ്ട്. പക്ഷേ ഇതിലൊരു വലിയ വെല്ലുവിളിയുണ്ട്. ഗാർബേജ് ഇൻ, ഗാർബേജ് ഔട്ട് എന്നാണല്ലോ. ശരിയാണ്. RAG ഉപയോഗിച്ച് കണ്ടെത്തുന്ന വിവരങ്ങളുടെ ഗുണനിലവാരം കുറവാണെങ്കിൽ ഉത്തരങ്ങളിലും തെറ്റുകൾ വരും. അതുകൊണ്ട് RAG സിസ്റ്റത്തിന്റെ വിജയത്തിന് നല്ലൊരു ഡേറ്റാബേസ് അത്യാവശ്യമാണ്. അപ്പോ ആദ്യം നമ്മൾ AI-ക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാൻ കൊടുത്തു. അതാണ് RAG. പക്ഷേ ഇപ്പോ അതിന്റെ തലച്ചോറിൽ തന്നെ ചില മാറ്റങ്ങൾ വരുത്താൻ ശ്രമിക്കുകയാണല്ലേ? ഒരു സർജറി പോലെ. ആ പ്രയോഗം വളരെ ശരിയാണ്. അതാണ് രണ്ടാമത്തെ സമീപനം. AI-യുടെ ചിന്താരീതി തന്നെ മാറ്റുക. ഇതിനെ ഡീകോഡിംഗ് സ്ട്രാറ്റജീസ് എന്ന് പറയും. ഇവിടെയാണ് ഏറ്റവും നൂതനമായ ഗവേഷണങ്ങൾ നടക്കുന്നത്. ഇതിലൊരു രീതിയാണ് ഡൂല. ഒരു AI മോഡലിന് മനുഷ്യന്റെ നാഡീവ്യൂഹം പോലെ പല പാളികളുണ്ട്. ഇതിലെ ആദ്യത്തെ പാളികൾ ഭാഷാപരമായ കാര്യങ്ങളിലും അവസാനത്തെ പാളികൾ കൂടുതൽ വസ്തുതാപരമായ അറിവിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്നൊരു കണ്ടെത്തലുണ്ട്. ഈ പാളികൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി കൂടുതൽ ശരിയായ വാക്കുകൾ തിരഞ്ഞെടുക്കാൻ ഇത് AI-യെ സഹായിക്കുന്നു. റിയാക്ട് എന്നൊരു ഫ്രെയിംവർക്കുമായി ചേർത്ത് ഇത് ഉപയോഗിച്ചപ്പോൾ ഒരു പഠനത്തിൽ കൃത്യത 19.5% നിന്ന് 32.6% ഉയർന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ഗ്രാഡ് എന്നൊരു പുതിയ രീതിയെക്കുറിച്ചും ഒരു പേപ്പറിൽ പറയുന്നുണ്ടല്ലോ, ഗ്രാഫൊക്കെ ഉപയോഗിച്ച്. അതെ, ഗ്രാഫ് റിട്രീവ്ഡ് അഡാപ്റ്റീവ് ഡീകോഡിംഗ് അഥവാ ഗ്രാഡ്. ഇതൊരു ഡിറ്റക്റ്റീവ് കഥ പോലെയാണ്. ഒരു കുറ്റാന്വേഷകൻ തെളിവുകൾ ഓരോന്നായി ബന്ധിപ്പിച്ച് നിഗമനത്തിലെത്തുന്നതുപോലെ ഇവിടെ AI ഉത്തരം നൽകുമ്പോൾ ബന്ധപ്പെട്ട ഒരു ലേഖനത്തിൽ നിന്നുള്ള വാക്കുകൾ തമ്മിലുള്ള ബന്ധം ഒരു ഗ്രാഫ് രൂപത്തിലുണ്ടാക്കുന്നു. ഓരോ വാക്കും അടുത്തതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു തെളിവാണ്. ഈ തെളിവുകളുടെ ശൃംഖല നോക്കിയാണ് AI അടുത്ത വാക്ക് തിരഞ്ഞെടുക്കുന്നത്. അല്ലാതെ വെറുതെ ഊഹിക്കുകയല്ല. അതെ, ഇത് ഊഹങ്ങൾ കുറയ്ക്കാൻ ഒരുപാട് സഹായിക്കുന്നു. കൊള്ളാം. ഇത് വളരെ രസകരമായി തോന്നുന്നു. അതുപോലെ 2 ഹെൽപ്പർ മോഡലുകൾ ഉപയോഗിക്കുന്ന ഒരു രീതിയെക്കുറിച്ചും കണ്ടു. നിങ്ങൾ CDT അഥവാ കമ്പാരേറ്റർ ഡ്രിവൻ ഡീകോഡിംഗ് ടൈമിനെ കുറിച്ചാണ് പറയുന്നത്. ഈ രീതിയിൽ പ്രധാന AI-യെ സഹായിക്കാൻ 2 ഹെൽപ്പർ മോഡലുകളുണ്ട്. ഹെൽപ്പറോ? അതെ. ഒന്ന് എപ്പോഴും സത്യസന്ധമായ ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുന്ന ഒരു നല്ല മാലാഖ. മറ്റൊന്ന് മനഃപൂർവ്വം ഹാലുസിനേഷൻ ഉണ്ടാക്കുന്ന ഒരു ചീത്ത മാലാഖ. ഇവ രണ്ടിനെയും താരതമ്യം ചെയ്ത് ശരിയായ ദിശയിലേക്ക് പ്രധാന AI-യെ നയിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതായത് ഒരു തെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചിട്ട് ആ തെറ്റ് ചെയ്യാതിരിക്കാൻ പഠിപ്പിക്കുകയാണോ? ഇത് കൊള്ളാമല്ലോ. വളരെ വിചിത്രമായൊരാശയമാണിത്. അതെ. ഇനി മൂന്നാമത്തെ സമീപനം ഒരുപക്ഷെ ഏറ്റവും ലളിതമായി തോന്നാവുന്ന എന്നാൽ ഏറ്റവും ശക്തമായ ഒന്നാണ്. അതെന്താണ്? എനിക്കറിയില്ല എന്ന് പറയാൻ AI-യെ പഠിപ്പിക്കുക. അത് നമ്മൾ മനുഷ്യർക്ക് പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ശരിയാണ്. ഇതിനായി ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് R-ട്യൂണിംഗ്. AI-യെ എപ്പോഴും ശരിയായ ഉത്തരം മാത്രം നൽകാൻ പഠിപ്പിക്കുന്നതിന് പകരം അതിന്റെ അറിവിന് പുറത്തുള്ള ചോദ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ക്ഷമിക്കണം, എനിക്കിതിനെക്കുറിച്ച് അറിയില്ല എന്ന് മറുപടി നൽകാൻ പരിശീലിപ്പിക്കുന്നു. ഇത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത ഹാലുലെൻസ് ബെഞ്ച്മാർക്കിലെ ഒരു കാര്യവുമായി ബന്ധിപ്പിക്കാമെന്ന് തോന്നുന്നു. അതിൽ നോൺ എക്സിസ്റ്റന്റ് റിഫ്യൂസൽ എന്നൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ജെറ്റ് പ്രിന്റ് ഇമിയോ എന്ന ബ്രാൻഡിന്റെ പ്രിന്ററിനെ കുറിച്ച് പറയാമോ എന്നൊരു ചോദ്യം ചോദിക്കുന്നു. അങ്ങനെയൊരു ബ്രാൻഡ് നിലവിലില്ല. അപ്പോൾ ചില മോഡലുകൾ അതിനെക്കുറിച്ച് വലിയ കഥകൾ ഉണ്ടാക്കുന്നു. മറ്റു ചിലത് അങ്ങനെയൊരു ബ്രാൻഡ് നിലവിലില്ല എന്ന് കൃത്യമായി പറയുന്നു. അതെ,
ഈ കഴിവ് വളർത്തിയെടുക്കുന്നത് ഹാലുസിനേഷൻ കുറയ്ക്കാൻ വളരെ അത്യാവശ്യമാണെന്ന് ഇപ്പോൾ എനിക്ക് വ്യക്തമായി. അപ്പോൾ ഇന്നത്തെ ഈ ആഴത്തിലുള്ള വിശകലനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. AI ഹാലുസിനേഷൻ എന്നത് ഒരു പ്രവചനത്തിലെ പിഴവാണ്, അല്ലാതെ മനഃപൂർവ്വമുള്ള ഒരു നുണയല്ല. AI അതിന് നൽകിയ ഒരു ഉറവിടത്തോട് വിശ്വസ്തത പുലർത്താതിരിക്കുന്നതും ലോകത്തെക്കുറിച്ചുള്ള വസ്തുതാപരമായ തെറ്റുകൾ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും നമ്മൾ കണ്ടു. AI ജഡ്ജിമാരെ ഉപയോഗിച്ചും സ്ഥിരത പരിശോധിച്ചും ഉറവിടങ്ങളുമായി താരതമ്യം ചെയ്തും നമുക്കിത് കണ്ടെത്താം. എന്നാൽ അതിലും പ്രധാനം RAG പോലുള്ള സാങ്കേതിക വിദ്യകളിലൂടെ നല്ല വിവരങ്ങൾ നൽകിയും ഡോല, ഗ്രാഡ്, CDT പോലുള്ള നൂതന ബ്രെയിൻ സർജറി മാർഗങ്ങളിലൂടെയും ഏറ്റവും പ്രധാനമായി എനിക്കറിയില്ല എന്ന് പറയാൻ പഠിപ്പിക്കുന്നതിലൂടെയും നമുക്കിതൊരു പരിധിവരെ തഴയാനാകും. അതെ, ഇന്നത്തെ ചർച്ച ഒരു പ്രധാന ചോദ്യം ഉയർത്തുന്നുണ്ട്. ഒരു വശത്ത് AI-യെ കൂടുതൽ സത്യസന്ധമാക്കാൻ നമ്മൾ ഗ്രാഡ്, CDT പോലുള്ള വളരെ സങ്കീർണമായ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നു. ഇവയെല്ലാം AI-യുടെ ആന്തരിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു. മറുവശത്ത് എനിക്കറിയില്ല എന്ന് പറയാൻ പഠിപ്പിക്കുക എന്ന വളരെ ലളിതമായി തോന്നുന്നൊരു സമീപനവുമുണ്ട്. അപ്പോൾ കേൾവിക്കാർക്കുള്ള ചോദ്യം ഇതാണ്: AI-യെ നമ്മൾ കൂടുതൽ ആശ്രയിക്കുന്ന ഈ കാലത്ത് നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ മൂല്യവത്തായി തോന്നുന്നത്? എല്ലാത്തിനും ഒരു ഉത്തരം നൽകാൻ ശ്രമിക്കുന്ന, എന്നാൽ അതിനിടയിൽ തെറ്റുപറ്റാൻ സാധ്യതയുള്ള ഒരു ആത്മവിശ്വാസിയായ AI ആണോ? അതോ സ്വന്തം പരിമിതികൾ കൃത്യമായി മനസ്സിലാക്കി ഉത്തരം നൽകാൻ കഴിയില്ലെന്ന് സത്യസന്ധമായി തുറന്നു പറയുന്ന ഒരു വിനയമുള്ള AI ആണോ? നല്ല ചോദ്യമാണ്. നിങ്ങൾ ആ ന്യൂയോർക്കിലെ വക്കീലിന്റെ സ്ഥാനത്താണെങ്കിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് എന്തായിരിക്കും? ഇനി ഒരു പുതിയ പാചകക്കുറിപ്പ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ മുൻഗണന ഇതിലേതായിരിക്കും? ഇതിനെക്കുറിച്ച് ചിന്തിക്കുക.